വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ പുളിയും അധികം ഉണ്ടാവാത്ത ഒരു ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മൾക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ അതിനെ ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ്. പിന്നെ 1/2 ഗ്ലാസ് ഉഴുന്ന്, 2 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്നും ആണ് എടുത്തിട്ടുള്ളത്. ആ ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഉലുവ. പിന്നെ ഈ പച്ചരിയുടെ കൂടെ 1.5 ടേബിൾ സ്പൂണ് പുഴുങ്ങലരി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് രണ്ടും 6 മണിക്കൂർ ഞാൻ കുതിരാൻ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇത് 6 മണിക്കൂറായി ഇതാണ്. ഇനി നമ്മൾക്കിത് അരച്ചെടുക്കണം. ഉഴുന്നും ഉലുവയും ഒന്നിച്ച് നമ്മൾക്ക് അരച്ചെടുക്കാം. അതിനുശേഷം അരി തനിയെ അരച്ചെടുക്കാം. ഈ ഉലുവയും ഉഴുന്നും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എത്രത്തോളം ഫൈനാവാൻ പറ്റുമോ അത്രയും ഫൈനാക്കി അരച്ചെടുക്കണം. മാത്രമല്ല ഇത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് 1 ടീസ്പൂണ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുക്കണം. നമ്മൾക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി ഇതിൽ തന്നെ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾക്ക് അരി ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അരി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരി റവയില്ലേ, ആ പരുവത്തിലാണ് നമ്മൾക്ക് അരച്ചെടുക്കേണ്ടത്. നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു തരിതരിപ്പ് ഉണ്ടാകണം നമ്മുടെ ഈ ഇഡ്ഡലിക്ക്. അപ്പോഴാണ് സോഫ്റ്റും നല്ല പൊങ്ങി വരികയും ചെയ്യുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കിത് അരി അരച്ചെടുക്കാം. ഞാൻ അരി 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാനൊരു 3-4 മിനിറ്റോളം ഇത് നല്ലപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൈ കൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ ആണ് ചെയ്യാറ്. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒരു 4 മിനിറ്റോളം ഇത് ചെയ്തെടുക്കുന്നുണ്ട്, മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി അടച്ച് വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ള് വയ്ക്കാം. നമുക്ക് രാവിലെ എടുക്കാം. ഞാനിത് രാത്രിയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ ഒരു 5 മണിയാവുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ട് കണ്ടില്ലേ. നല്ലപോലെ ഇത് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ എടുത്തിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുക. നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഈ മാവ് പൊങ്ങിയത് ഒന്ന് താഴ്ന്നു കിടക്കും. അപ്പോൾ ആ സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ തട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ചൂടായതാണ്. ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കോരി ഒഴിക്കാം. ഓരോ തവിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിക്കുമ്പം തന്നെ കാണുന്നില്ലേ, നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും വേറെ ചേർക്കാൻ പാടില്ല. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ആദ്യമേ ചേർക്കുന്നതാണ്, പിന്നീട് വെള്ളം ചേർക്കരുത്. അപ്പോഴാണ് ഇത് ലാസ്റ്റ് വരെ, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ലാസ്റ്റ് മാവ് കൂടെ ഇതേപോലെ സോഫ്റ്റ്നെസ്സിൽ നമ്മൾക്ക് ലഭിക്കുക. ഇതൊരു 7 മിനിറ്റ് ഞാൻ മൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ച് ഒരു 7 മിനിറ്റ് മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഇഡ്ഡലി നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് ആ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾക്ക് ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് ഇളക്കി കിട്ടും, കാരണം അത്രയും സോഫ്റ്റായ ഇഡ്ഡലിയാണ്. മാത്രമല്ല മാവ് നല്ല പോലെ പൊങ്ങി വന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഈ ഇഡ്ഡലി തട്ടിനകത്ത് എണ്ണയൊന്നും തടവി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഇളക്കി കിട്ടും നമ്മൾക്ക്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾക്ക് അടുത്തത് കൂടെ വേവിച്ചെടുക്കണം.
നമ്മൾ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ നല്ല പോലെ ഫൈനായിട്ട് അരി അരയ്ക്കാൻ പാടില്ല. അരിക്ക് ഒരു ചെറിയ തരിതരിപ്പ് ആവശ്യമാണ്. അപ്പോഴാണ് ഇഡ്ഡലി നല്ല പോലെ സോഫ്റ്റായി കിട്ടുക. മാത്രമല്ല കഴിക്കുമ്പോഴും നമ്മൾക്ക് വായിലിട്ട നല്ല അലിഞ്ഞു പോകുന്ന പോലെയുള്ള ഇഡ്ഡലി കിട്ടണമെങ്കിൽ അരി നല്ല പോലെ അരയാൻ പാടില്ല. നല്ല പോലെ അരഞ്ഞാൽ അത് നല്ല പശ പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ നല്ല കട്ടിപ്പായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ആ ഇഡ്ഡലി എടുക്കുമ്പോൾ തന്നെ കയ്യിൽ ഒട്ടും. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനതിന് തേങ്ങാ ചട്നിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ട് ഉള്ള നല്ലൊരു ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഈ ഇഡ്ഡലിക്ക് ഒട്ടും പുളി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി.